അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ട്രാവൽ വ്ലോഗാണ്. നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അമ്മൂമ്മയൊക്കെ എല്ലാവരും ഇവിടെ റെഡിയായി നിന്നിട്ടുണ്ട്. പിന്നെ അപ്പയും സുഖി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. റെഡിയായി നമ്മൾ പോകാൻ പോവുകയാണ്, പുറത്തോട്ട് പോകാൻ പോവുകയാണ്. ഇതാ ഇറങ്ങുകയാണ്. കാപ്പിലെത്തി. കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്ക് ബീച്ചാവും, കായലും കടലും ഒക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണിക്കാം. എത്തിയിട്ടുണ്ട്. നല്ല കായൽ കാണുന്നുണ്ട്, കായലേക്ക് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കടല്. പക്ഷെ നമ്മൾ ഇറങ്ങിയ സമയം ഇത്തിരി ഇതായി, നല്ല വെയിലായിപ്പോയി. ഒന്നേ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഇറങ്ങാനുള്ളായിരുന്നു. നല്ല കടല്, പിന്നെ തിരകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ കാലത്തെ ഇറങ്ങിയിട്ട് വന്ന വഴിക്ക് ദന്തൽ ക്ലിനിക്ക് ആശുപത്രി കയറി. അപ്പോഴവിടെ നിന്ന് ഇറങ്ങാൻ താമസിച്ചു. 2 മണിക്കൂർ കൂടുതൽ എടുത്തു അവിടെ. അതിൻ്റെ പേരിലാണ് ഇവിടെ എത്താൻ താമസിച്ചു പോയത്. തെങ്ങുകളെല്ലാം പോയി. മണ്ടയൊക്കെ പോയിക്കുന്നുണ്ട്. അറ്റയുടെ കൂടെ കണ്ട തെങ്ങ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ദാണ്ടെ ബീച്ചിലോട്ട് പോവുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാം കാണിച്ചു തരാം. നല്ല കാറ്റാടി മരമാണ്. കാറ്റാടി മരത്തിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ നല്ല കാറ്റ്, തണുത്ത കാറ്റ്. ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ. ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും പലതിനമോർത്തിടവേ. പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നമിനുന്നുകൾ ഒരു കുറിയിനി വരുമോ. മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതായി വരുമോ. ഒരുപാടുണ്ട്. നമ്മൾ ഇത്രയും കവറിൽ ഇത്രയും പറഞ്ഞേക്കൊണ്ട് ഇത്രയും കക്കകളാണുള്ളത്. കക്ക
ഇരിക്കുകയാണ് കേട്ടോ. നമ്മള് എന്താ വെള്ളത്തിലൊക്കെ കളിച്ച് ക്ഷീണിച്ച് ഇവിടെ ബോട്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ കളിച്ച് ക്ഷീണിച്ച് വള്ളത്തിലൊക്കെ ഇരിക്കുകയാണ്. നമ്മളിപ്പോ വള്ളത്തിനാണെങ്കിൽ കുറെ ആളുകളുണ്ട്. അപ്പൊ ഞാനും കൂടി ഇരിക്കും. നല്ല രസമാണ്. നിങ്ങൾ ഫാമിലി ആയിട്ട് വന്ന നല്ല നിങ്ങളെല്ലാവരും വരണം. ഇവിടെ ഈ വള്ളത്തിലേക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്, ബൈക്ക് റേസിങ് നടക്കുന്നുണ്ട്, വണ്ടികളൊക്കെ ശരിക്കും ഒന്ന് നടക്കുന്നുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും എന്താണെങ്കിൽ ഈ ഒരു അന്തരീക്ഷം ആസ്വദിക്കാനും. അതിൻ്റെ അപ്പുറത്ത് കടലാണ്. അത് ഇത്തിരി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ കായലിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി കാലാവസ്ഥയും അന്തരീക്ഷവും. എന്തൊരു നല്ല ഒരു ചൂടറിയാനേ വയ്യാത്തൊരു അന്തരീക്ഷമാണിത്. നല്ല കാലാവസ്ഥ, വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ്. ആൾക്കാർ ശരിക്കുണ്ട്. നിങ്ങൾ ഈ ഇപ്പം കൊറോണയും പിന്നെ ഈ ഇതൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര ആൾ കുറവില്ലെങ്കിൽ ഭയങ്കര ആളാണ്. എന്തായാലും ഈ ഒരു സന്ദർഭം നിങ്ങൾ പാഴാക്കി കളയരുത്. എല്ലാവരും വന്നോ ഇതൊന്ന് കണ്ടിട്ട് പോകണം. വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നാൽ കിട്ടണത്. ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ. ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും പലതിനമോർത്തിടവേ. പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുകൾ ഒരു കുറിയിനി വരുമോ. മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതായി വരുമോ. കായലിന്റെയും കടലിന്റെയും മധ്യത്തൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് ആ കാറ്റാടി മരത്തിന്റെ ഇടയിൽ കൂടെ. അതാണ് ഈ കാപ്പിന്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലുമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇപ്പൊ രണ്ടിന്റെയും മധ്യത്തൂടെ ഉള്ള ആ കാറ്റാടി മരത്തിന്റെ ഇടയിലോട്ട് നമ്മൾ നടന്ന് അങ്ങ് പോവുകയാണ്. ആ പൊഴിയുടെ അവിടെ പോവുകയാണ്. ഇനി ഒരു പൊഴി ഉണ്ടത് കാണിച്ചു തരാം. പൊഴി എന്ന് വെച്ചാ പൊഴി കായലും കടലും കൂടെ വന്ന് സംഗമിക്കുന്ന സ്ഥലം. അതുകൊള്ളാലും വരണം, വന്ന് ഈ സ്ഥലം ഒന്ന് കാണണം. മിക്കവരും ഇവിടെ വരും. നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് ആസ്വദിക്കാനുള്ള പല സ്ഥലങ്ങളും. അതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ദൂരോട്ടൊക്കെ പോണത്. കായലും കൂടെ ഒന്നാമണ സ്ഥലമാണ് സംഗമം നടക്കണത്. അതുകൊണ്ടാണ് കടൽ കാണാണ്ടാ തിര വരണത്. അവിടെ ഈ കായലും കൂടെ നല്ല പെരുമഴയാകുമ്പോഴത്തേക്ക് വെള്ളം പൊഴി മുറിഞ്ഞ് രണ്ടും കൂടെ സംഗമിക്കും. ഇത് കായല പൊഴി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു ഇവിടത്തത്. പിന്നെ അങ്ങോട്ട് കടൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ല. ആണ്ട് അത് തിരിച്ചും വരണാണ്ട് അത് പെരയണത് കേട്ടാ കടലിലെ. അതാണ്ടേ എൻ്റെ കൊച്ചുങ്ങൾ വെള്ളത്തിൽ കളിക്കണാണ്ടാ. എൻ്റെ കൊച്ചുങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു സന്തോഷത്തിന് വേണ്ടി അവരെയും കൊണ്ട് ഇറങ്ങിയത്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ കരയെ കയറൂല. കുറുമ്പത്തി ചുന്ദരി നീ ചൂളമിടാൻ പോര്, പകലിലെ പൊൻവെയിലെ താളമിടാൻ കൂടെ, കുഞ്ഞുമണി കണ്ണിറയിൽ കൗതുകത്തിൻ കൂടെ, മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുയിലെ പാട്, പെണ്ണലിട്ടൊരുഴലാടി മഞ്ഞുകുള്ളികൾ കാത്തിരുന്ന കൂട്ടുമായി ചാരിയാടിതാ കൊമ്പനാന മേളയോ കുഞ്ഞു തൊപ്പിയാ. എന്തരുവനെ എന്തൊരു മീനുണ്ടാടാ? ഉണ്ടാ?
കണ്ട കളിക്കുന്നുണ്ട ഫുഡ് അങ്ങനെ നമ്മളെ ഇന്നത്തെ ഒരു ദിവസം ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങളും. കളരി കാണിച്ചില്ല, കാണിച്ചില്ല. ഇന്ന് പാവനാശത്ത് പോകാമെന്നും പറഞ്ഞൊക്കെ പോകുന്ന പ്ലാൻ ചെയ്യണി ഇനിയിപ്പോൾ നടക്കില്ല. പിന്നെ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ കളരി കണ്ട് ആ കല്ലൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ അപ്പൊ ആൾക്കാരൊക്കെ ഇവിടെ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടോ എല്ലാവരും ഒരുപാട് പേരുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ കുറച്ച് പേരൊക്കെ പോയല്ലേ. 4 മണിയായി. ഇങ്ങോട്ട് ആൾക്കാരൊക്കെ വരെയാണ്. നമ്മൾ പോവേണ്. നമ്മളും പോവാണ്. എങ്ങോട്ടാണ് പോണത്? നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. നമ്മൾ വന്ന് വണ്ടി കയറി വണ്ടി എടുത്ത് നമ്മളെ വീട്ടിലോട്ട് പോവുകയാണ്. സംഘമുക്ക് കയറിയാണ്. സംഘമുക്കിന് തിരിയുമ്പോൾ നമ്മളെ ഇപ്പോൾ നമ്മളെ വീട്ടിലെത്തി ഭയങ്കരമായിട്ട് ടയർഡായി. ഇനി ഒന്ന് ഫ്രഷായി കുളിച്ച് ഫ്രഷ് ആയിട്ട് അകത്ത് കയറണം. അപ്പോൾ ഇന്നത്തെ ട്രാവലിംഗ് വീഡിയോ ഇന്നത്തെ ദിവസം എങ്ങനെയോ പോയി, സമയം പോകുന്നത് അറിയേയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന്